ഹായ് എവരി വൺ, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു യൂസ്ഡ് ഷോമി 14 ആണ്. ഷോമി 2023 പുറത്തിറക്കിയ ഒരു ഫ്ലാഗ്ഷിപ്പ് ഹാൻഡ്സെറ്റാണ് ഷോമി 14. ആദ്യമായി നമുക്കിതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് ബോക്സിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായി കാണുന്നത് ഷോമിയുടെ ഒരു ബാക്ക് കവറാണ്. നല്ല ഹൈ ക്വാളിറ്റി കേസാണ് ഇതിനോടൊപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്ക് കവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നത് ഹാൻഡ്സെറ്റാണ്. ഹാൻഡ്സെറ്റ് നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ബോക്സിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സിൽ ചാർജറും കേബിളും അവൈലബിൾ ആണ്. 120 വാട്ട്സിൻ്റെ ചാർജറാണ് ഇതിനോടൊപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ബ്രീഫായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഷവോമി 14. ബ്ലാക്ക് കളർ ഓപ്ഷനിൽ വരുന്ന മോഡലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഷവോമിയുടെ ഹൈപ്പർ OS എന്ന് പേരിട്ടിരിക്കുന്ന UI ആണ് ഇതിന് വരുന്നത്. അത്യാവശ്യം ബ്ലോട്ട്വെയർസ് ഒക്കെയുള്ള ഒരു UI ആണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾ ഇതിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതുണ്ട്. നമുക്ക് സെറ്റിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആൻഡ്രോയിഡ് 14 ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാം. എന്നാൽ നമുക്ക് ഇത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15ലേക്കും ഫ്യൂച്ചറിൽ വരുന്ന ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിലേക്കും അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണെന്ന് കാണാം. ഈ ഫോൺ 12 GB റാമും 512 GB മെമ്മറിയുമുള്ള ഓപ്ഷനാണ്. ഇതിൻ്റെ സിം ഓപ്ഷൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ 2 ഫിസിക്കൽ സിം ഇടാനും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിമ്മും ഒരു സിമ്മും ആയും യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വളരെ ഫാസ്റ്റ് ആണെങ്കിൽ കൂടിയും ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കറക്റ്റ് പൊസിഷനിൽ വെക്കുമ്പോൾ മാത്രമേ അൺലോക്ക് ആവുന്നുള്ളൂ. ഷോമിയുടെ എല്ലാ ഫോണുകളും കണ്ടുവരുന്ന IR ബ്ലാസ്റ്റർ ഇതിനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ ഹോം അപ്ലയൻസിൻ്റെ റിമോട്ടായും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള മോഡ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ മുമ്പ് പറഞ്ഞതുപോലെ 0.6 സൂമുള്ള അൾട്രാ വൈഡ് ലെൻസും 3.2 ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസുമാണ് വരുന്നത്. ഇതുകൊണ്ട് നമുക്ക് മികച്ച ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നതാണ്. പല ഫോക്കൽ ലെങ്ത്തിലുള്ള പോർട്രേറ്റ് ഫോട്ടോസും ഇതിലെടുക്കാവുന്നതാണ്. നമുക്കിതിലെടുത്ത കുറച്ച് ഫോട്ടോസിൻ്റെ സാമ്പിൾസ് പരിശോധിക്കാം. ഓഡിയോ ആൻഡ് വീഡിയോ പ്ലേബാക്ക് പരിശോധിക്കുമ്പോൾ 4K വീഡിയോ പ്ലേബാക്കും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സും വളരെ മികച്ച എക്സ്പീരിയൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഓഡിയോ ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റും ഷോമിയുടെ ഐസ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റവും കൂടി ചേരുമ്പോൾ വളരെ മികച്ച ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഏത് ഹൈ ലെവൽ ഗ്രാഫിക്സ് ഗെയിംസും ഈസിയായി ഇതിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഇതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്രീനിൽ യാതൊരുവിധ ഇഷ്യൂസും ഉള്ളതായിട്ട് കാണുന്നില്ല. വൈറ്റ് ഡോട്ട്സോ ബ്ലാക്ക് ഡോട്ട്സോ ഒന്നും തന്നെ ഇതിലില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീനിൽ ഓൾറെഡി ഒരു ടാമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അത് മാറ്റാം, അല്ലെങ്കിൽ ഇതിട്ട് യൂസ് ചെയ്യാം.
സ്ക്രീനിൽ യാതൊരുവിധ സ്ക്രാച്ചസോ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ബാക്ക് കവർ ഇതിനോടൊപ്പം അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ സൈഡ് പാനലോ ബാക്കോ നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ സ്ക്രാച്ചസോ ഒന്നും തന്നെ കാണുന്നില്ല. ഒരു ബ്രാൻഡ് ന്യൂ ഫോണിൻ്റേതുപോലുള്ള ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് കണ്ടീഷനിലാണ് ഈ ഫോണെന്ന് കാണാം. ക്യാമറ ലെൻസും ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആണ്. ഇതിനോടൊപ്പം ഓൾറെഡി ഒരു ക്യാമറ ലെൻസിൻ്റെ പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് സ്ക്രാച്ചസ് വന്നുകൊണ്ട് വേണമെങ്കിൽ അത് മാറ്റിക്കളഞ്ഞും നമുക്ക് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വാറണ്ടി ഓൾറെഡി എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ ഇഷ്യൂസൊന്നുമില്ലാതെ ഫ്രഷ് ലുക്കിലും പെർഫോമൻസിലും ഇത് അവൈലബിൾ ആണ്. സോ പുതിയ മോഡലിന് ഏകദേശം 50,000-ഓളം വില വരുന്ന ഈ ഷവോമി 14 നിങ്ങൾക്ക് 33,000 രൂപയ്ക്ക് സ്വന്തമാക്കുവാൻ താഴെ കാണുന്ന സെല്ലൻട്രിക് എന്ന മൊബൈൽ ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്